അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് അഭ്യുദയകാംക്ഷികളായ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോക്ക് ഭയങ്കര വിമർശന ഒരു ശൈലിയാണുള്ളത്, അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന്. അപ്പോൾ എനിക്കും തോന്നി. പക്ഷെ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ വിമർശന ശൈലി ഇല്ലാതെ പറയുക? നിങ്ങളൊന്ന് കണ്ടു നോക്കിയ വീഡിയോ. കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ലുവന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപട അവനിക്ക് കൊള്ളും. കേട്ടല്ലോ, ഇതുപോലുള്ള ഓരോ വെള്ളയിട്ടിട്ട് തലയെക്കെട്ടും കെട്ടിയിട്ടുള്ള മുസ്ലിംമാർ ഇസ്ലാം ദീനിനെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വഷളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞു എങ്ങനെ വിമർശിക്കാതിരിക്കുക? ഇയാളിപ്പോൾ എന്തായി പറയണത്? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പട്ടാളത്തിലൊക്കെ ഇന്ത്യൻ മിലിറ്ററിയിലൊക്കെ കുറച്ച് ആൾക്കാരനെ ആക്കിയിട്ട് യുദ്ധത്തിനൊന്നും പോകണ്ടല്ലോ, നമുക്കിങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രം പറ്റുന്ന പരിപാടിയായിരിക്കുമല്ലോ മുസ്ലിംരുടെ ഭാഷയിൽ. അങ്ങനെയാണെങ്കിൽ മദ്രാസ് റെജിമെൻറ്റ്, പഞ്ചാബ് റെജിമെൻറ്റ്, ഗൂർഖ റെജിമെൻറ്റ് ഒക്കെ ഇന്ത്യൻ മിലിറ്ററി ഉള്ളതുപോലെ ഒരു മുസ്ലിം റെജിമെൻ്റ് ഉണ്ടാക്കുക, മുസ്ലിയാക്കന്മാരുടെ റെജിമെൻറ്റ്. എന്നിട്ട് അവർ ഇങ്ങനെ അതിർത്തിയുടെ സൈഡിൽ പോയിട്ട് അവർക്ക് തോക്കും കടാരയും അതുപോലെ പീരങ്കിയും ബോംബൊന്നും വേണ്ട. അവർ യാസൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. അറ്റ്ലീസ്റ്റ് ഈ മൗലിയന്മാർക്ക് അവർക്ക് ചോറ് തന്ന പെരക്കാർ, അവർക്ക് ഈ ചിലവ് കൂടിയൊന്നും ചോറ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ചോറിനോടുള്ളൊരു കൂറ് അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഈ ഭക്ഷണം കൊടുത്ത് ഇവരുടെ ഈ ഫ്രീ ആയിട്ട് ആൾക്കാർ നാട്ടുകാർ പഠിപ്പിച്ചു വിട്ടാണല്ലോ ഈ കിതാബോധാനും മറ്റതൊക്കെ. അതിനോടൊരു കൂറ് പുലർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഇസ്ലാം ദീനിനെ അവഹേളിക്കാതിരിക്കാനെങ്കിലും ഇവർക്ക് ശ്രമിച്ചൂടെ? ഒന്ന് മിണ്ടാതിരിക്കാൻ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ഉപകാരമാവും എന്നാണ് പറയുന്നത്. ഇവർക്ക് ചോറ് കൊടുക്കുന്ന നാട്ടുകാരോട് പറയാനുള്ളത്, ഇവരോട് നിങ്ങൾ ഉപദേശിക്കുക, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ അവഹേളിക്കരുത് എന്നെങ്കിലും നിങ്ങൾ പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.